ഹലോ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കിന്നിൽ ചെയ്യുന്നതാണ്. എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈ കുട്ടി ചെയ്യുന്നതിന് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല എന്നൊരു മുൻവിധി നിങ്ങൾ എടുക്കരുത് കേട്ടോ. ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാനിത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇത്ര വേസ്റ്റ് സിറ്റുവേഷനിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിനെ ശരിയാക്കി കൊണ്ടുവരാനുള്ള ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതിന് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനൊരു തുടക്കം എന്ന രീതിയിൽ എൻ്റെ സ്കിന്നിനൊരു ഒരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാം എന്നൊരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അതിടുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റും പെട്ടെന്ന് തന്നെ ഒരു സൺ ടാനൊക്കെ പോയി ഒരു ഗ്ലോയൊക്കെ ഫേസിന് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പാക്കാണ്. എല്ലാവരും എന്തായാലും ഒറ്റ തവണ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോസിൽ കണ്ട എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ കാണിക്കാൻ പോകുന്ന ഇത്ര സാധനങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ കേടാണ്. ഇത് ലോ ഫാറ്റ് കേടാണ്. ഈ കേടിന് ഒരുപാട് പുളിയുമില്ല, ഫാറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനെ ഒരുപാട് ഓയിലി ആക്കില്ല കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഒരു കേടാണ് നല്ലത്. എന്നിട്ട് ഈ കേട് നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മസാജിൻ്റെ ഓരോ സ്റ്റെപ്പും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസാജിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇതൊരു 5 മിനിറ്റ് വരെയൊക്കെയായിട്ട് എടുക്കുള്ളൂ. 5 മിനിറ്റ് പോലും എടുക്കില്ല. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു മസാജ് കംപ്ലീറ്റ് ആവും കേട്ടോ. കണ്ണിന് ചുറ്റും, കവിളിലും, അതുപോലെ താടിയുടെ ഭാഗത്തും നമ്മുടെ കഴുത്തും ഒക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. ഇനി ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഫേസ് പാക്കാണ്. അതിന് ഞാനിവിടെ മസൂർ ദാൽ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസൂർ ദാലും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് കേടും യൂസ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഖത്തെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞതിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പാക്ക് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. 20 മിനിറ്റ് വെച്ചാൽ മതി. ഓവറായിട്ട് ഉണങ്ങാനൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മസൂർ ദാൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് എപ്പോഴും മസൂർ ദാൽ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് കേട്ടോ ഇത്. ഫേസിലെ ടാനൊക്കെ പോയി ഫേസ് നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആയത് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് അങ്ങ് വെളുത്തിട്ട് പാറും എന്നൊന്നുമല്ല, എന്നാലും നമുക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസ് പാക്കാണ്. അതിന് ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ മുൾട്ടാനി മിട്ടിയും പപ്പായയും കൂടെ ചേർന്നിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. അതെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കേടും മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് ഉണങ്ങാനൊന്നും നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ കഴുകിയതിന് ശേഷമുള്ള ഫേസാണിത്. തുടക്കത്തിൽ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡൾനെസ് മാറി കുറച്ചും കൂടെ എൻ്റെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഫേസിന് ഒരുപാട് ഡൾനെസ് ഉണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഫേസ് നല്ലപോലെ ഫെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ കൂടുതൽ ലെമണൊന്നും ഇതിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചേർക്കരുത് കേട്ടോ. ലെമണോ ഒരു സാധനങ്ങളോ ചേർക്കരുത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യുക. മസൂർ ദാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മസൂർ ദാലാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യാതിരുന്നത്. 2 പാക്കായിട്ടാണ് ഞാനിവിടെ അത് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ റിസൾട്ട് ഉണ്ടെന്ന് കരുതി എപ്പോഴും ചെയ്യാനായിട്ട് പാടില്ല. വീക്ക്ലി വൺസ് മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങോട്ട് എൻ്റെ ഈ ഒരു പിമ്പിൾസ് മാറ്റിയെടുക്കാനുള്ള തത്രപ്പാടും കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആൻറ്റിബയോട്ടിക്സ് കുറേ കഴിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഒരുപാട് കുരുക്കളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എനിക്ക് സുഖമില്ലാതെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.